കുട്ടികളെന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ ആ ഒരു ബാല്യകാലത്ത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ കിട്ടേണ്ടത് വാത്സല്യം, സ്നേഹം, സംരക്ഷണം, ആ ഒരു പ്രൊട്ടക്ഷനും ലവും ഒക്കെ ഇവർ ഒരുപാട് കൊതിക്കുന്ന ഒരു കാലയളവാണ് ആ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. പക്ഷേ പല വീട്ടിലും ഡിവോഴ്സിലേക്ക് അവരുടെ ലൈഫ് ശിഥിലമാകുമ്പോൾ ഏറ്റവും അധികം സഫർ ചെയ്യുന്നത് ആ കുട്ടികളാണ്. ഈ സ്നേഹത്തിന് പകരം അവർക്ക് അവിടെ വരുന്നത് പേടിയാണ്. അവരുടെ ലൈഫും ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനും അത് കാരണം ബാധിക്കപ്പെടുകയാണ്. അപ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ ഫാമിലി, അവരുടെ പാരൻസും ചുറ്റുമുള്ളവരും എല്ലാം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടുന്നതായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അവരെക്കുറിച്ച് നമുക്കൊന്ന് സംസാരിച്ചാലും. കുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്, കുട്ടി ആരാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം രണ്ടുപേർക്കും ആൻസർ ഇല്ല. രണ്ടുപേർക്കും വേണ്ട കുട്ടി. ഈ കൊച്ചു അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുക. കാരണം എന്ത് ചെയ്യാൻ, എല്ലാം സിംഗിൾ പാരൻ്റാണ്. ആദ്യം കുറച്ച് കാലത്ത് മുമ്പ് സിംഗിൾ പാരൻ്റ് എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ആദ്യം സിംഗിൾ പാരൻ്റോ, അതെങ്ങനെ സിംഗിൾ പാരൻ്റ് ആവത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു പ്രസ്റ്റീജിയസ് പേരായിട്ടാണ് പറയുക, സിംഗിൾ പാരൻ്റ്. ഇപ്പം നമ്മൾ സ്കൂളിൽ അഡ്മിഷന് പോകുമ്പോഴും അച്ഛനും അമ്മയുടെയും പേര് വേണമെന്ന് നിർബന്ധമില്ല, ഒരാൾ മതി, ഗാർഡിയൻ മതി. കാരണം നമുക്ക് നമ്പർ ഓഫ് ഡൈവോഴ്സ് കേസസ് കൂടി വരുന്നു. എൻ്റെ ക്ലയൻറ്റിന് എൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ വക്കാലത്ത് റിലിംഗ്വിഷ് ചെയ്തു. കാരണം ഇന്നലെ വരെ അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നു, ഇന്നായപ്പോൾ അവർ സെപ്പറേറ്റഡ്. അല്ല, സെപ്പറേറ്റഡ് എന്നുള്ള വാക്ക് അവർക്ക് അറിയില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനോടെ പോയൊന്നുമില്ല. മാം, ഈ ബ്രോക്കൺ മാരേജസിൽ നമുക്കറിയാം ഹസ്ബൻഡും വൈഫും സഫർ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷേ ആരും ചിന്തിക്കാത്ത ഒരു കാര്യം കൂടി ഉണ്ട്. കുട്ടികളെന്ന് പറയുന്നത് അവർ ചെറുതിലെ ഈ അടി, ബഹളം, വഴക്ക്, കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിവോഴ്സ്. ചിലർ ഒന്നിച്ച് ജീവിക്കുന്നു, ചിലർ ഡിവോഴ്സ് ആവുന്നു. ഏത് കേസ് തന്നെ ആയാലും ഇപ്പോൾ ഇവൻ ആഫ്റ്റർ ഡിവോഴ്സ് എടുക്കുകയാണെങ്കിൽ അവരുടെ ലൈഫ് ഭയങ്കര ട്രോമാറ്റിക് ആയിരിക്കും. നമ്മൾ പറയുന്ന പോലെയല്ല, നാളെ അവരുടെ ലൈഫ് വരുമ്പോൾ അവർക്ക് കല്യാണം പേടിയായിരിക്കും. കല്യാണം എന്ന് ആലോചിക്കുമ്പോഴേ അവർക്കൊരു ഹൊറർ മൂവി കാണുന്ന പോലെയാണ്. നാളെ അവർ ലൈഫിലേക്ക് വരുമ്പോൾ ഇനി നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിയാലും ഈ പേടി കൊണ്ട്, ഒരു പക്ഷേ അച്ഛൻ ടോക്സിക് ആയിരിക്കാം, അമ്മ ടോക്സിക് ആയിരിക്കാം, ഇതുകൊണ്ട് ചിലപ്പോൾ ആളെ പുഷ് ചെയ്തെറിയും. ഈവൻ ഇഫ് ഹീസ് എ ഗുഡ് പേഴ്സൺ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പം അവരുടെ ആ ഒരു മെൻ്റൽ സ്റ്റേറ്റ് എങ്ങനെയാണ് മാം? കണ്ട ഏതെങ്കിലുമൊക്കെ കേസസിൽ അവരെക്കുറിച്ച് മാമിന് തോന്നിയ വിഷമങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ഈ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. എന്താ, കുട്ടികൾക്ക് എപ്പോഴും അച്ഛനും വേണം, അമ്മയും വേണം, രണ്ടുപേരോടും ഒരേ ഇഷ്ടമാണ്. നമ്മൾ ആരോടാ ഇഷ്ടം കൂടുതലെന്ന് ചോദിച്ചാൽ കുട്ടികളാകെ ഇതായിപ്പോവും. ഇപ്പം ഒരാളുടെ പേര് പറഞ്ഞിട്ട് അനിയത്തിയോടാണ് ഇഷ്ടം, അമ്മയോടാണ് ഇഷ്ടം എന്ന് ചോദിച്ചാൽ അമ്മയോടെന്ന് പറയും. അമ്മയോടാണോ ഇഷ്ടം, അച്ഛനോടാണോ ചോദിച്ചാൽ അവൾ എന്ത് പറയും? കുഞ്ഞ് പതുക്കെ രണ്ടുപേരുടെയും മുഖത്ത് നോക്കും. കാരണം രണ്ടും അവർക്ക് വേണം. അതാണ് കുഞ്ഞുങ്ങളുടെ ഒരു മാനസികാവസ്ഥ, അങ്ങനെയാണ്. ബാക്കിയുള്ള പുറമേ ഉള്ളതൊന്നും അവർക്കറിയില്ല. പക്ഷേ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഫേസ് ചെയ്യുന്ന വേറെ പ്രശ്നങ്ങളാണ്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. റിലേഷൻ മുന്നോട്ട് പോകാൻ പറ്റാതെയാവും. അപ്പോൾ ഇത് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ലാന്ന് തോന്നും. അങ്ങനെയാണെങ്കിൽ സെപ്പറേറ്റ് ആവാമെന്ന് തീരുമാനിക്കും. അല്ലെങ്കിൽ അത് നിയമപരമായിട്ടാവാം, അല്ലെങ്കിൽ അവർ തന്നെ വീട്ടിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒരാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അപ്പം അങ്ങനെ രണ്ട് തരുമ്പോഴും കുഞ്ഞുണ്ടെങ്കിൽ തീർച്ചയായും അമ്മയാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നതിന് അമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും. അതെ, പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും കുഞ്ഞ് അറിയുന്ന പോലും ഇല്ല എന്തിനാ ഒരു സുപ്രഭാതത്തിൽ അമ്മ ഇങ്ങനെ അച്ഛൻ്റെ ഇരുന്ന് വിട്ടിട്ട് ഇറങ്ങി പോകുന്നു. അപ്പം സ്വാഭാവികമാണ് അമ്മ ആ കുഞ്ഞിനെയും കൊണ്ട് പോയി കഴിയുമ്പോൾ അമ്മയ്ക്ക് അവളുടെ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ കുട്ടിയുടെ അച്ഛനോടുള്ള ദേഷ്യം ഒക്കെ ആരോട് തീർക്കും? എങ്ങനെ പറയും? ഈ കുട്ടിയോടായിരിക്കും പറയുന്നത്, നിൻ്റെ അച്ഛൻ എങ്ങനെയാണെന്ന്, എൻ്റെ അച്ഛൻ എങ്ങനെ ചെയ്തു, നീ എൻ്റെ അച്ഛനെ പോലെയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനൊന്നും മനസ്സിലാവത്തില്ല. പക്ഷേ ആ കുട്ടി കംപ്ലീറ്റ്ലി അച്ഛൻ ഇപ്പം ഇല്ല, അടുത്ത് നിൽക്കുന്ന അമ്മയാണ്. അപ്പം അമ്മ പറയുന്നത് എന്താണോ അത് കേട്ട് അതനുസരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം അവരുടെ മനസ്സാകെ കൂടെ ഭയങ്കരമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്നറിയില്ല. കാരണം ഇന്നലെ വരെ അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നു, ഇന്നായപ്പോൾ അവർ സെപ്പറേറ്റഡ്. അല്ല, സെപ്പറേറ്റഡ് എന്നുള്ള വാക്ക് അവർക്കറിയില്ല, അമ്മ മാത്രമേ ഉള്ളൂ, അച്ഛനോടെ പോയൊന്നുമില്ല. പക്ഷെ അതൊരു നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക എന്ന് വെച്ചാൽ അച്ഛനില്ല, അച്ഛനും അമ്മയായിട്ടുള്ള വഴക്ക് കുഞ്ഞുങ്ങൾ അറിയേണ്ട കാര്യമില്ല, അവരെ അറിയിക്കാനും പാടില്ല. പക്ഷെ അത് എത്ര മറച്ചു വയ്ക്കാൻ പറ്റില്ലല്ലോ. അവരുടെ രണ്ടുപേരും കൂടെ ജീവിച്ച് വളരുമ്പോൾ അവരുടെ അടികൾ തന്നെ കണ്ടാണ് വളരുന്ന കുട്ടികൾ. അടികൾ കണ്ട് അത് കുറച്ചും കൂടെ വലിയ ആവുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് നിൽക്കുന്നവർ പെട്ടെന്നൊന്ന് മാറുമ്പോഴത്തേക്കും കുട്ടികൾക്കൊരു 100 ചോദ്യമാണ് അവിടെ വരുന്നത്. അത് പക്ഷേ അപ്പോൾ അവിടെ വരുന്നത് ലീഗൽ സെപ്പറേഷൻ്റെ ഭാഗത്ത് വരുമ്പോഴാണ് കുട്ടികളെ എന്ത് ചെയ്യും,
കുട്ടീനെ ആര് നോക്കും, കുട്ടി ആരുടെ കൂടെ നിൽക്കണം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ വരുന്നത്. അതിലൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. സാധാരണഗതിയിൽ പെൺകുട്ടികളാണെങ്കിൽ അത് അമ്മയ്ക്ക് തന്നെയാണ് കൊച്ചിൻ്റെ കസ്റ്റഡി കൊടുക്കുന്നത്. അച്ഛന് കൊടുക്കില്ല. അതിൽ അച്ഛന് വേണമെങ്കിൽ അച്ഛൻ ആവശ്യപ്പെടാം. അച്ഛൻ അതിൻ്റെതായ ഗ്രൗണ്ട്സ് അവിടെ വയ്ക്കണം. എന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ ബെനിഫിഷ്യറിയാണ് എപ്പോഴും ലോ നോക്കുന്നത്. കോടതി നോക്കുന്ന. ഇപ്പം ഈ കുഞ്ഞ് ആരുടെ കൂടെ നിന്നാൽ കുഞ്ഞിന് കൂടുതൽ നല്ലതുണ്ടാകും, നല്ലൊരു അറ്റ്മോസ്ഫിയർ കിട്ടും, നല്ല വിദ്യാഭ്യാസം കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അതനുസരിച്ചിട്ടായിരിക്കും കോടതി ഒരു വിധി പറയുന്നത്. ഇപ്പം അമ്മയ്ക്ക് തീരെ ജോലിയില്ല, അല്ലെങ്കിൽ അമ്മ ബിസി ആയിട്ടുള്ളൊരു അമ്മയാണ്, അച്ഛൻ പറയും ഞാൻ നോക്കിക്കൊള്ളാം, എൻ്റെ ഇതാണ്. ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിഞ്ഞ കുഞ്ഞാണെങ്കിൽ കോടതി നേരിട്ട് ചോദിക്കും നിങ്ങൾക്ക് ആരുടെ കൂടെ പോകണം. പക്ഷേ അതൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര ഒരു ട്രോമയാണ്. തീരുമാനമാണ്. കുഞ്ഞിനെ വിളിച്ചിരുത്തി ചോദിക്കുകയാണ്, നിനക്ക് മോക്ക് അച്ഛനെയാണോ ഇഷ്ടം അമ്മയാണോ ഇഷ്ടം, ആരുടെ കൂടെ പോകണം എന്ന് ചോദിച്ചാൽ ആ കൊച്ചു അവിടെ ഇരുന്ന് കണ്ണ് തള്ളാന്നല്ലാണ്ട് അതിനൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. കേസിൽ അച്ഛനും വേണ്ട അമ്മയ്ക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കേസസ് ഉണ്ടായിട്ടുണ്ടോ? അച്ഛനും വേണ്ട അമ്മയും വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ ആര് എവിടെ പോവും, അത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എൻ്റെ കേസല്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കേസുമായിട്ട് ഫാമിലി കോടതിയിൽ ഇരുന്നപ്പോൾ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, അതെനിക്ക് വളരെ ഇതായിട്ട് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായ ഒരു അനുഭവമാണ്. അതായത് ഞാൻ അന്ന് കോടതിയിലോട്ട് പോകുമ്പോഴത്തേക്കും ഒരു അച്ഛനും അമ്മയാണ്, വലിയ പ്രായമില്ലാത്ത, അതായത് ഒരു 22-21 ഇയേഴ്സൊക്കെ വരത്തുള്ളൂ. അച്ഛനും അമ്മയും ഒരു കുട്ടിയായിട്ട് ഒരു പെൺകുട്ടി കൈയും പിടിച്ചുകൊണ്ട് 3 പേരും കൂടെ ആ കൊച്ചു ചാടി ഇങ്ങനെ സന്തോഷമായിട്ട് നടന്ന് പോവുകയാണ്. അപ്പോൾ എൻ്റെ മുമ്പിൽ കൂടെ പോയതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചു. അത് കോടതിയിൽ ഇരുന്നപ്പോഴത്തേക്കും കേസ് വിളിക്കുകയാണ്. അപ്പോൾ അത് മ്യൂച്വൽ ഡൈവോഴ്സിൻ്റെ കേസാണ്. അപ്പം അത് അലൗ ചെയ്യാനായിട്ടുള്ള ഫൈനൽ സ്റ്റേജിലാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വൈഫും ഹസ്ബൻഡും നിൽക്കുന്നു. അപ്പോൾ ഈ കുട്ടി ഇവരുടെ കൂടെയല്ലേ വന്നത്, ഈ അച്ഛനും അമ്മയുടെയും കൂടെ ഈ കുട്ടി നടുക്ക് നിൽക്കുകയാണ്. അപ്പം കോടതി ചോദിച്ചു, കാര്യങ്ങളൊക്കെ എന്തായാലും ഒന്നിച്ച് പോകുന്നില്ലല്ലോ, കാര്യങ്ങളൊക്കെ തീരുമാനമാക്കിയിട്ടുണ്ട്, ഓക്കെ, കുട്ടി ആരുടെ കസ്റ്റഡിയിലാണ്, കുട്ടി ആരാ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം 2 പേർക്കും ആൻസർ ഇല്ല. 2 പേർക്കും വേണ്ട കുട്ടീനെ. വേണ്ട എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ മനസ്സിലാക്കിയത് അവർ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. കാരണം മേ ബി 3 പേരും വന്നത് ഒരേ വീട്ടിൽ നിന്നായിരിക്കും. ചോദിക്കുമ്പോൾ നമുക്ക് വേണം അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ അവർ പെട്ടെന്ന് ചേർത്ത് പിടിക്കാൻ നോക്കില്ല വെച്ചാൽ ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ, കാരണം കോടതിയുടെ ഒരു അറ്റ്മോസ്ഫിയറിലാണ് നിൽക്കുന്നത്, ഡൈവോഴ്സിനാണ് നിൽക്കുന്നത്, ഡൈവോഴ്സ് ഗ്രാൻഡ് ചെയ്ത് കിട്ടണം എന്നുള്ള ഉദ്ദേശം മാത്രമേ 2 പേർക്കും ഉള്ളൂ. നടക്ക് കുട്ടിയുടെ കുറിച്ച് ചിന്തിച്ചില്ല, അവരും ചിന്തിച്ചില്ല. കോടതി കുട്ടി ആരുടെ കൂടെയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് കോടതി മൊത്തം പെർഫെക്റ്റ് സൈലൻ്റായി. കാരണം ഒരു മറുപടി ഇല്ല. അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ കുഞ്ഞെൻ്റെ കൂടെയാണ്, കുഞ്ഞിനെ എനിക്ക് വേണം എന്നൊന്ന്. അപ്പോൾ ആ ഒരു പോയിന്റ് 1 സെക്കൻഡ് അവിടെ സൈലൻ്റ് ആയപ്പോഴത്തേക്കും ഈ കൊച്ചു അവിടെ നിന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് ഇങ്ങനെ നോക്കുക. കാരണം എന്ത് ചെയ്യാൻ, അപ്പോൾ മറുപടിയില്ല. അപ്പോൾ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ അമ്മ ആ കൊച്ചിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഞാൻ നോക്കിക്കോളാം എൻ്റെ കൂടെ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ഒരു മൂവി കാണുന്നു അതുപോലെ, കാരണം ഞാനത് അവിടെ തൊട്ട് ഈ കുട്ടി വരുന്നത്, കാരണം നല്ലൊരു ഫ്രോക്കൊക്കെ ഇട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നോട്ട് ചെയ്തപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ എന്തെല്ലാം കടന്നു പോയിട്ടുണ്ടാവും. എന്നിട്ട് തിരിച്ചു പോയപ്പോൾ അമ്മ കൊച്ചുമായിട്ട് പോയി അയാളുടെ പാട്ടിന് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ ഈ കുഞ്ഞിൻ്റെ മനസ്സിലുണ്ടായ മാനസിക എന്തായാലും ഈ കുട്ടി ചോദിക്കില്ല എന്താ അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മ എന്ത് പറയും, നിൻ്റെ അച്ഛൻ നല്ല ആളാണ്, അയാൾ ഇങ്ങനെ ചെയ്തതാണ് എന്നല്ല പറയുക. അയാളെക്കുറിച്ചൊരു കുറേ കാര്യങ്ങൾ നെഗറ്റീവായിട്ട് പറയുക, അതിൻ്റെ കാരണത്താലാണ് എനിക്ക് നിന്നെ എൻ്റെ കൂടെ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. അച്ഛനില്ലാതെ വളരുന്ന ആ കുട്ടിയുടെ ബാല്യകാലം വളരെ അപ്പോൾ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ അച്ഛനോട് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം അത് തന്നെ ഒരു ഡിസിഷൻ ഇതാണ്. അച്ഛനോട് കാണിച്ച സ്നേഹം ശരിയാണോ, അത് കള്ളത്തനോ അല്ലേ, എല്ലാം ഉണ്ട്. അതൊരു മാനസിക അതിൻ്റെ സംഘർഷം, അത് ആരോടും പറയാനും അതില്ല. അങ്ങനത്തെ കൊച്ചുങ്ങൾ ഡിപ്രഷനിലോട്ട് പോകും. പക്ഷെ അങ്ങനെ അത് മാനസികമായിട്ട് എനിക്ക് വലിയൊരു പ്രയാസം ഉണ്ടാക്കിയതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഡൈവോഴ്സിന് ഇത് ചെയ്യാറില്ല. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടേ ഇവരെ അങ്ങ് കൊണ്ടുവരുള്ളൂ. കുഞ്ഞിനെ കൊണ്ടുവരാനും സമ്മതിക്കത്തില്ല കോടതി. നമുക്കല്ലെങ്കിലും കോടതികളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പുതിയ ഡിസിഷൻ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ സാറ്റർഡേയ്സും ഉണ്ടല്ലോ അവിടെ ഒരു പ്രഹളനമാണ്. എന്താന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഒരു കേസ് അങ്ങിടും, ഗാർഡിയൻ വാർഡിൽ അങ്ങിടും. എന്നതാണ്, എനിക്ക് കൊച്ചിനെ കാണണം,
കൊച്ചിന് കണ്ടാലേ ഞാൻ ചിലവർ കൊടുക്കുള്ളൂ. അപ്പോൾ സ്കൂളിൽ അങ്ങനെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് ഇടുന്നതാണ്. പക മനസ്സിൽ വെച്ച് ഒരു വിഷമായിട്ടിരിക്കും. അപ്പോൾ സാറ്റർഡേസ് അപ്പോൾ ഉടൻ അമ്മയുടെ വക്കീൽ പറയും കുട്ടിക്ക് സ്കൂളുള്ളതാണ്, കൊണ്ടുവരാൻ പറ്റില്ല, അപ്പോൾ സാറ്റർഡേസ് കൊണ്ടുവരാം. അപ്പോൾ സാറ്റർഡേ അങ്ങനെ ഈ എല്ലാ കുഞ്ഞുങ്ങളെയും സാറ്റർഡേ ആണ് അവിടെ. ശനിയാഴ്ച നമ്മുടെ കുടുംബ കോടതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ശനിയാഴ്ചയാകുമ്പോൾ ബാഗും തൂക്കി ബാഗും തൂക്കി കുട്ടികൾ അവിടെ നിൽക്കുന്ന കാണാം. ചില കുട്ടികൾ ഒരു ദിവസത്തേക്ക് വേണ്ടി അച്ഛൻ്റെ കൂടെ പോണവരായിരിക്കാം. ചിലപ്പോൾ ഡിസിഷൻ കാണും ആഴ്ചയിൽ 5 ദിവസം അമ്മയുടെ കൂടെയും 2 ദിവസം അച്ഛൻ്റെ കൂടെയും എന്ന് പറയുമ്പോൾ അങ്ങനെ കൊണ്ടാക്കാനായിട്ട് വരുന്നവരായിരിക്കും. ചിലവർ കാണാൻ വരുന്നവരായിരിക്കും. കാണാൻ വരുന്ന പ്രകടനം അതിനേക്കാളും വലുതാണ്. അതുവരെയും കൊച്ചുങ്ങൾക്ക് ഒന്നും വാങ്ങിച്ചു കൊടുക്കാത്തവർ അന്ന് വരുമ്പോഴത്തേക്കും കൊച്ചിന് ഇഷ്ടംപോലെ സാധനമാണ്. ഈ കൊച്ചിന് ഇതൊന്നും അല്ല വേണ്ടത്. പക്ഷേ അച്ഛനും അമ്മയാണ് വേണ്ടത്. പക്ഷേ ഇത് കൊടുക്കുമ്പോൾ അത് വാങ്ങത്തില്ല. വാങ്ങാതെ വരുമ്പോൾ അവിടെ സംസാരം അവൻ പറഞ്ഞു കൊടുത്തിട്ടാണ് അങ്ങനെ വാങ്ങാതെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ ആ കൊച്ചിന് വേണ്ടത് ഒന്ന് അടുത്ത് നിന്ന് രണ്ടുപേരും ഒന്നിച്ചിരുന്ന് സംസാരിച്ച് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് അന്വേഷിക്കുക, അതാണ്. പക്ഷെ അതല്ല അവിടെ. പക്ഷേ ആ കുഞ്ഞിൻ്റെ മനസ്സിൽ വരുന്ന ഇത് ബുദ്ധിമുട്ട്, പ്രയാസം, അതെല്ലാം അത് അന്നേരം അറിയത്തില്ല. പിന്നെ വരുമ്പോൾ ഈ കുട്ടികളിൽ ഭയങ്കര ഹൈപ്പറായിട്ട് വരും. ഇപ്പോഴത്തെ കുട്ടികൾ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് ഭയങ്കര ക്ലാസ്സിൽ ഒരു നിമിഷം അതുങ്ങൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല. ബഹളമായിരിക്കും, വയലൻസ് ആയിരിക്കും. വയലൻസ് എന്ന് ഞാൻ കാരണം അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് വീട്ടിൻ്റെ അറ്റ്മോസ്ഫിയർ. ചിലരങ്ങ് ഭയങ്കര സൈലന്റ് ആവും, ആരോടും മിണ്ടാതെ ഒരു മൂലയ്ക്ക് ഒതുങ്ങി. അത് വരും, അങ്ങനെയുണ്ട്. എല്ലാവരും പേടിയായിരിക്കും. അത് വീട്ടിൽ അച്ഛനും അമ്മയുടെയും വഴക്കുണ്ടാക്കുന്നത് കാണുന്നതുകൊണ്ടാണ് അവർ ആ ഒരു സ്റ്റേജിലോട്ട് പോകുന്നത്. പക്ഷെ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഹൈപ്പറായിട്ട് വരുന്ന കുട്ടികളാണ്. ഞാൻ സ്കൂളിലൊക്കെ PTA പ്രസിഡൻ്റൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് അവിടെ വരുന്ന കംപ്ലയിൻസ് ആണ്. അപ്പം സിസ്റ്റർ പറയാണ് എല്ലാം സിംഗിൾ പാരൻ്റാണ്. ആദ്യം കുറച്ച് കാലത്ത് മുമ്പ് സിംഗിൾ പാരൻ്റ് എന്നൊരു വാക്ക് കേട്ടപ്പോൾ ഞാൻ ആദ്യം സിംഗിൾ പാരൻ്റോ, അതെങ്ങനെ സിംഗിൾ പാരൻ്റ് ആവത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതൊരു പ്രസ്റ്റീജിയസ് പേരായിട്ടാണ് പറയുന്നത്. സിംഗിൾ പാരൻ്റ്. കാരണം എന്താണ്, ഞാൻ ഡൈവോഴ്സായി, കൊച്ചിനെ ഞാനാണ് വളർത്തുന്നത്, ഞാൻ ഒറ്റയ്ക്ക് വളർത്തുന്നു. അതിൻ്റെ അഭിമാനമായിട്ട് പറഞ്ഞു. അതിനുള്ള ചിലവ് മറ്റേ ആൾ കൊടുക്കുന്നുണ്ടാവും. പക്ഷേ പറയുന്നത് സിംഗിൾ പാരൻ്റ്. ആ കോഡ്സ് ഇട്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ അതിങ്ങനെ പറയണം, ഐ ആം വെരി പ്രൗഡ് ഐ മൈ സൺ ആസ് ഗ്രോൺ. ഇങ്ങനെ 17 വയസ്സ് വരെ ഞാൻ വളർത്തി, പ്രൗഡ് ടു ബി എ സിംഗിൾ പാരൻ്റ്. സാഹചര്യം എന്തോ ആവട്ടെ, പക്ഷേ ആ ഒരു ഇതിൽ ഇപ്പം നമ്മൾ സ്കൂളിൽ അഡ്മിഷന് പോകുമ്പോഴും അച്ഛനും അമ്മയുടെയും പേര് വേണമെന്ന് നിർബന്ധമില്ല, ഒരാൾ മതി, ഗാർഡിയൻ മതി. കാരണം നമുക്ക് നമ്പർ ഓഫ് ഡൈവോഴ്സ് കേസസ് കൂടി വരുന്നു അതിൻ്റെ അകത്ത്. അപ്പോൾ അതുകൊണ്ട് ഒരാൾ മതി, സിംഗിൾ പാരൻ്റ് മതി അതിൻ്റെ അകത്ത്. ഈ ഇടയ്ക്കായിട്ട് വന്നൊരു കേസാണ് അതിൻ്റെ അകത്ത്. ഒരു അച്ഛന് 2 പെൺകുട്ടികൾ. അയാൾ നല്ല ഒരു എയർഫോഴ്സിലെങ്ങാണ്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരാൾ. പക്ഷേ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഡിവോഴ്സിന് കേസ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ചൈൽഡ് കസ്റ്റഡി വേണമെന്ന് പറഞ്ഞാൽ അയാൾ ചൈൽഡ് കസ്റ്റഡി കുഞ്ഞുങ്ങളെ അയാൾ നോക്കിക്കോളാം. കാരണം അയാൾക്ക് ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൊടുക്കാൻ പറ്റും, അയാൾ നോക്കിക്കോളാം, ഇവർക്ക് ജോലിയില്ല എന്നൊക്കെ പറഞ്ഞ് കൊടുത്തപ്പോൾ അവരെന്ത് വന്നാലും അത് കൊടുക്കില്ല. പക്ഷേ ഈ രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കോടതി 10 വയസ്സായതുകൊണ്ട് കൊച്ചുകുട്ടികളെ ചേംബറിൽ വിളിപ്പിച്ച് ചോദിച്ചു, അപ്പോൾ ആരുടെ കൂടെ പോകണം, അല്ല വെക്കേഷന് ഒരാഴ്ചത്തേക്ക് കൂടെ പോകാനുള്ള ഇതായിരുന്നു ഇട്ടത്, ഇൻട്രീമായിട്ട് ഇടയിൽ. അന്നേരം ആ കൊച്ചു പറഞ്ഞ് ഐ വോണ്ട് ബോത്ത് പപ്പ ആൻഡ് മമ്മ എന്ന് പറഞ്ഞു. അപ്പോൾ കോടതിയിൽ ജഡ്ജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനൊരു പരിഹാരം ചെയ്തുകൂടെ, അവൻ്റെ കൂടെ വിട്ടാൽ ആ കുട്ടിക്ക് ബെറ്ററായിട്ടൊരു ജീവിതം കിട്ടുമല്ലോ, അത് നിങ്ങളുടെ അപ്പം ഞാൻ വൈഫിന് വേണ്ടിയിട്ടാണ്, നിങ്ങളൊന്ന് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്തുകൂടെ. പക്ഷെ അത് ഒത്തുപോകുന്ന രീതിയിലുള്ള കേസാണോ അതോ എക്സ്ട്രീം വയലൻസോ? അങ്ങനെ എക്സ്ട്രീം വയലൻസ് ആണ്. എക്സ്ട്രീം വയലൻസ് ആണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്, അതിൻ്റെ അവർ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ കുട്ടികൾ അതിൻ്റെ ഇടയിൽ കൂടെ വിട്ടാൽ ട്രോമ കൂടത്തേ ഉള്ളൂ. പക്ഷേ അത് വൈഫിന് എക്സ്ട്രീം വയലൻസ് ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ കുട്ടികൾക്ക് അങ്ങനെയില്ല. പക്ഷെ അമ്മമാരോട് ചെയ്യുന്നതായാലും അവർ കണ്ടു വളരുമ്പോൾ അത് അവർക്ക് മുറിവാണ്. പക്ഷെ ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പെർട്ടിക്കുലർ കേസ് ആ കുഞ്ഞിന് കൂടുതൽ നേരം അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന അമ്മ പറയുന്നതാണ് വേദവാക്യം. അച്ഛനോട് എല്ലാം പറയുന്നു, അച്ഛൻ വാങ്ങിക്കൊടുക്കുന്ന ഗിഫ്റ്റും എല്ലാം ഞാൻ ട്രാവൽ ചെയ്യുന്നു, എല്ലാം വരുമ്പോഴത്തേക്കും ലുലു മോളിൽ കൊണ്ടുപോകുന്നു, അവിടെ കൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ടെങ്കിലും അമ്മ പറയും അപ്പം അങ്ങനെ പറഞ്ഞു, പപ്പ ഈസ് നോട്ട് ഗുഡ്, ഈസ് ഹാവിങ് റിലേഷൻ വിത്ത് അനദർ ലേഡി. ആണോ? അങ്ങനെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കണ്ടസ്റ്റിംഗ് കേസാണ്. അതിൻ്റെ അകത്ത് അതിൻ്റെ പ്രൂഫ് അങ്ങനെ മേ ബി അയാൾ ഒരു ഓഫീസറാണ്.
അയാൾക്ക് മിങ്കിൾ ചെയ്യേണ്ട ആളുകൾ വേറെ ആളുകളുമായിട്ട് സ്ത്രീകളുമായിട്ട് ഇടപെടക്കും. അതുകൊണ്ടായിരിക്കാം. അതിനെക്കുറിച്ച് അതിൻ്റെ ഫാക്ട്സ് എന്താണെന്ന് അറിയത്തില്ല. ബട്ട് ഞാനിപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം പറയുന്നുണ്ട്. കുഞ്ഞിൻ്റെ ഫോക്കസിൽ കൂടെ നോക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ കൊച്ച് പറഞ്ഞു, ഐ ഡോണ്ട് വാണ്ട് പപ്പ. ഈ പപ്പയാണ് ചിലവ് കൊടുക്കുന്നത്. കോടതി എടുത്ത് പിന്നെ അടുത്ത പ്രാവശ്യം ഫിസിക്കൽ അസോൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അച്ഛൻ അമ്മേനെ? അതൊക്കെ ഉണ്ട്, ഫിസിക്കൽ അസോൾട്ട് ഒക്കെ കൊച്ചിനെ കാണുമ്പോൾ മനസ്സിലാവില്ല. അത് ചെയ്യുന്നുണ്ട്. ആ പേടിയിലായിരിക്കില്ലേ കൊച്ചു അച്ഛൻ്റെ കൂടെ പോണ്ടെന്നൊക്കെ പറയുന്നേ? ആ പേടിയല്ല, പക്ഷെ ആ പേടി അത് എൻ്റെ മൈൻഡിൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അത് ഒരിക്കൽ കണ്ടത് മറന്ന കാര്യം ഈ കുട്ടികളത് മറക്കില്ല. അവർക്കത് അത് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തേ അത് എന്നെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ്. ബട്ട് ആ പെൺകുട്ടി ഉണ്ടല്ലോ, പക്ഷെ അവസാനം ആ കേസ് എന്ത് പറ്റിയെന്നറിയാമോ? പിന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയായി ആ കേസ്. കാരണം എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആ പെൺകുട്ടിക്ക് നമ്മുടെ ട്രസ്റ്റ് പോയി. കാരണം കോടതി എന്നോട് പറഞ്ഞു ഇവരായിട്ടൊന്ന് ഒരു കോംപ്രമൈസ് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സൈക്കാട്രിക് ഇത് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് സംസാരിച്ചപ്പം എൻ്റെ ക്ലയൻറ്റിന് എൻ്റെ അടുത്തുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ ആ വക്കാലത്ത് റിലിംഗ്വിഷ് ചെയ്തു. പിന്നെ ഞാൻ ഈ ഇടയ്ക്ക് മനസ്സിലാക്കിയത് ഒരു പോക്സോ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു അച്ഛനെതിരായിട്ട്. ഏത് ഗ്രൗണ്ടാണെന്ന് അപ്പം മകള് അച്ഛനെതിരായിട്ട് ഒരു പോക്സോ കേസ് കൊടുത്തിരിക്കുന്നു. പോക്സോ കേസ് മീൻസ് 18 വയസ്സിന് താഴെയുള്ള മകളെ പീഡിപ്പിക്കാനായിട്ട് ശ്രമം നടന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ്. ശരിക്കുള്ളതാണോ അതോ ഫേക്ക് കേസാണോ? പക്ഷെ അത് കോടതി ഹാസ് ടു ഫൈൻഡ് ഔട്ട്. ബട്ട് ദ ഫാക്റ്റ് ഈസ് അങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെ ശരി, എവിടെ ആരതിൽ സഫർ ചെയ്യുന്നു, അതൊക്കെയാണ് അതിൻ്റെ അകത്ത്. ഇത് നമ്മൾ ഇപ്പോൾ കണ്ടസ്റ്റൻറ്റ് ചെയ്തൊരു ഒരു സൊല്യൂഷൻ വരാത്തതായതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ അകത്തൊരു ഡിസിഷൻ പറയാൻ പറ്റില്ല. പക്ഷേ എൻ്റെ അടുത്ത് വന്ന സ്ത്രീ പറയാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, പ്രൂഫും കാണിക്കുന്നു, മെഡിക്കൽ ഡോക്യുമെൻറ്റ്സ് കാണിക്കുന്നു. പക്ഷേ കൗൺസിലിങ്ങിന് ഞാൻ അയാളുമായിട്ട് ഇരുന്നപ്പോഴത്തേക്കും ആ അച്ഛൻ പറയുന്നത് ഇല്ല, അങ്ങനെ ഒരു പ്രശ്നമാണ്, ഇവർക്ക് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട് ആണെന്ന് പറയുന്നു. പക്ഷെ ഇവർക്ക് മെൻ്റൽ ഇഷ്യൂസ് പ്രൂവ് ചെയ്യാനായിട്ട് തെളിവൊന്നുമില്ല. പറയും ഞാൻ കുട്ടികളെ ഫിസിക്കൽ അസോൾട്ട് പാടുണ്ട്, ഫിസിക്കൽ അസോൾട്ട് ഉണ്ട്, നല്ല വേണം ഫിസിക്കൽ അസോൾട്ട് ഉണ്ട്. ഫിസിക്കൽ അസോൾട്ട് അവിടെ നടന്നു ഒരിക്കലല്ല, അതൊരു ഡെയിലി പ്രോസസ്സാണ്. അത് നോർത്ത് ഇന്ത്യയിൽ സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടെ താമസിക്കുകയും 2 കുട്ടികളെയും. പക്ഷേ അയാളുടെ ഭാഗത്തുനിന്ന് ക്രൂവൽറ്റിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ അമ്മ ജോലിക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞോണ്ട് തന്നെ അടുത്ത കൺസീവ് ചെയ്തു. അതായത് ഈ കുഞ്ഞുങ്ങളെ നോക്കി വീട്ടിലിരുന്നോണം, പുറത്തിറങ്ങാൻ പാടില്ല. കുട്ടി അച്ഛനോട് പോകാതിരിക്കുന്നത് തന്നെയല്ലേ നല്ലത്. പക്ഷേ കോടതി നോക്കുന്നത് ബെറ്റർ ഏത് രീതിയിലുള്ള ആ കുട്ടികൾക്ക് വെൽബീയിങ് കൊടുക്കാൻ പറ്റും. അയാളൊരു ഓഫീസറാണ്, അയാൾക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റും, എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യണം. പിന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഈ കുട്ടിയുടെ ഈ അച്ഛൻ്റെ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നു, കുട്ടികളെ കാണാൻ വരുന്നു, ഇതെല്ലാം കോടതി നോക്കുകയാണ്. പക്ഷേ കോടതി ഫൈൻഡ് ഔട്ട് ചെയ്തത് എനിക്ക് മനസ്സിലായത് കോടതി ഇത് ചെയ്തത് അച്ഛൻ്റെ കൂടെ പോയാൽ ആ കുട്ടികൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ലൈഫ് സ്റ്റൈൽ കിട്ടും, ബെറ്റർ ഇത് കിട്ടും എന്നുള്ള രീതിയാണ്. പക്ഷേ എന്നിട്ടും ആ കേസ് നിരസിക്കണം. പക്ഷേ പെൺകുട്ടി പറയുന്നത് നേരെ തിരിച്ചാണ്. പിന്നെ നമുക്ക് കുറേ കൂടെ സ്റ്റഡീസ് നടത്തിയാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിൽ ആ കുട്ടിയാണെങ്കിലും നല്ല പഠിക്കുന്ന ഒരു കുഞ്ഞ്, നല്ല പഠിക്കുന്ന വെച്ചാൽ എല്ലാത്തിനും ഫുള്ളാണ് ഇതിൽ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ എന്നിട്ട് ഇത്രയും ഇതിൽ ബുദ്ധിമുട്ടി കടന്നു പോകുമ്പോഴും അതിൻ്റെ എഡ്യൂക്കേഷനെ അത് ബാധിക്കുന്നില്ല. പക്ഷേ പിന്നെ പോകുമ്പോഴത്തേക്കും ഇതെല്ലാം പോവും. അതാണ് കുട്ടികൾ കുറച്ചും കൂടെ ഇതിപ്പോൾ ചെറിയ സ്റ്റേജിൽ കണ്ടത്. കുറച്ചും കൂടെ വലുത് കഴിയുമ്പോഴത്തേക്ക് ഇതെല്ലാം കുട്ടികൾ തിങ്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ സ്റ്റഡീസ് എല്ലാം മാറും. ഈ നമ്മൾ പറയുന്ന പോലെ അതിനും ഫ്രസ്ട്രേഷനും ഡിപ്രഷനും ഒക്കെ വരും. അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന ഈ ഡ്രഗ്സിലോട്ടും അങ്ങോട്ടും ഒക്കെ തിരിഞ്ഞു പോകുന്നത്. അതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്തെന്ന് നോക്കിയാൽ ഫാമിലിക്കകത്ത് വരുന്ന ചേർച്ചക്കുറവ്, അതാണ് കുട്ടികളെ ബാധിക്കുന്നത്, സൊസൈറ്റിയെ ബാധിക്കുന്നത് ഒക്കെ ചെയ്യുന്നത്. അത് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് പല കാര്യങ്ങളും ഓരോരുത്തർ തീരുമാനിക്കുക. അതായത് ഒരു ഫാമിലി തുടങ്ങുന്നവർ അപ്പോഴും തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് കുറേയൊക്കെ ഫുൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല.
കുറേയൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു കുഞ്ഞിനെ ബാധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ സൊസൈറ്റിയെ ബാധിക്കുന്നത്, നാളത്തെ നമ്മുടെ പൗരന്മാരാണ്. അവർ നല്ല രീതിയിൽ വളരുക എന്നുള്ളത് ഓരോ വ്യക്തികളുടെ ആവശ്യമാണ്. നമ്മുടെ ഒരു ഫാമിലിക്ക് മാത്രമല്ല, ആ സൊസൈറ്റിക്കും ആവശ്യമാണ്. അപ്പോൾ അവർ നല്ല രീതിയിൽ എന്തുകൊണ്ട് വയസ്സായ അമ്മേനെ തലക്കടിച്ചു, മകൻ തലക്കടിച്ചു, അവൻ്റെ വളർന്നു വന്ന രീതിയുടെ ദോഷം കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്. നോർമൽ ഒരു രീതിയിൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പം അവൻ ആ സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ട് അവൻ പിന്നെ ചെന്ന് അഡിക്റ്റ് ആവുന്നത് ഡ്രഗ്സിലോട്ടാണ്. ആ ഡ്രഗ്സിൻ്റെ ബേസിസിൽ വരുമ്പോഴത്തേക്കും അമ്മേനെ അനിയത്തിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് ചെന്ന് എത്തുന്നു. അതാണ് അതിൻ്റെ ആ ഇതായിട്ട് വരുന്നത്. അതുകൊണ്ട് ഇതെല്ലാം പോയിൻ്റ് കറക്റ്റ് മുമ്പോട്ട് പോയാൽ ഈ ഇരിക്കുന്ന ദോഷങ്ങൾ വലുതായിട്ടുള്ളതിനെ ഒരു പോയിൻ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അത് പുതിയ തലമുറ ആണ് ചിന്തിച്ചത് മാറ്റേണ്ടത് അതിൻ്റെ അകത്ത്. മാം പറഞ്ഞ പോലെ ഒരു ഫാമിലി ലൈഫ് ആകുമ്പോൾ അച്ഛൻ അമ്മ രണ്ടുപേരും ഒന്നിച്ച് നിന്ന്, ഇപ്പം എല്ലാവർക്കും ചെറിയ ചെറിയ ഫ്ലോസും കാര്യങ്ങളും ഉണ്ടാവും, പക്ഷെ അത് കറക്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവുക. ഇതുപോലത്തെ ഫിസിക്കൽ അസോൾട്ട്, മെൻ്റൽ അബ്യൂസ് രണ്ടുപേരും ഇത്രയൊരു ക്രൂവൽറ്റിയിലോട്ടൊന്നും പോവാതെ, കാരണം അവർ ആലോചിക്കുന്നത് അവരുടെ മക്കളെക്കുറിച്ചാണ്. ശരിക്കും നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല. ഒരു ഡിവോഴ്സിലേക്ക് പോകുമ്പോൾ അച്ഛൻ ബാധിക്കപ്പെടുന്നു, അമ്മ ബാധിക്കപ്പെടുന്നു, ഇതൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷേ ആ കുട്ടി എത്രത്തോളം ആ ചൈൽഡ്ഹുഡിൽ ആ ട്രോമ അനുഭവിക്കുന്നു, വളർന്ന് വലുതായി മാം നേരത്തെ പറഞ്ഞതുപോലെ ഫ്യൂച്ചർ ജനറേഷൻ, ആ കുട്ടിക്ക് ഉണ്ടാകുന്ന ലൈഫും ആ കുട്ടിയുടെ മക്കളെ വളർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പോലും ഈ ട്രോമ അവരെ ലൈഫ് ലോങ് ഹോണ്ട് ചെയ്യും, എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കി ചെറിയ ചെറിയ തെറ്റുകൾ തിരുത്തി മക്കളുടെ മുഖം കൂടി, നാളത്തെ അവരുടെ ലൈഫും കൂടി ആലോചിച്ച് ഒരു ഹാപ്പി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ അവർക്ക് വീട്ടിൽ കൊടുക്കാൻ പറ്റുക. നിങ്ങൾ മറ്റെന്തിനെക്കാട്ടിലും അവർക്ക് നൽകുന്ന ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് ആ ഒരു പീസും ഹാപ്പിനെസ്സും ആയിരിക്കും.